എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25-ാം വാക്യം. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. നോക്കിക്കേ, ദൈവം പറയുവാണ്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ആ ദൈവം തളിക്കുന്ന ശുദ്ധജലം നമ്മുടെ മേൽ പതിക്കപ്പെടുമ്പോൾ എന്തു സംഭവിക്കും? ദൈവം പറയുവാണ്, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും നമ്മൾ നന്നാകണം, ചില തിന്മ, ചില അശുദ്ധി ഉപേക്ഷിക്കണം എന്ന് തീരുമാനിച്ചിട്ടും നമ്മളിതിൽ പരാജയപ്പെട്ടു പോകാറില്ലേ? എന്ന് പറഞ്ഞാൽ ചില അശുദ്ധിയും ചില പാപസ്വാധീനങ്ങളൊക്കെ നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടും നമ്മളെ വിടാതെ പിന്തുടരുന്നു എങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയാണ്, ദൈവം തളിക്കുന്ന ശുദ്ധജലം നമ്മുടെ മേൽ പതിക്കപ്പെടുമ്പോൾ നാം ആ അശുദ്ധികളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന്, വിഗ്രഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. അങ്ങനെയെങ്കിൽ ഏതാണ് ഈ ശുദ്ധജലം? പഴയ നിയമത്തിലൊന്നും ഇങ്ങനെ സർവരുടെ മേൽ തളിക്കുന്ന ശുദ്ധജലത്തെക്കുറിച്ച് പറയണില്ല. സർവർക്കും വിശുദ്ധി നൽകുന്ന ശുദ്ധജലത്തെക്കുറിച്ച് പുതിയ നിയമം പറയുകയാണ്, അത് കർത്താവായ യേശുവിൻ്റെ തിരത്വമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് പറഞ്ഞ് ഇപ്രകാരം പ്രാർത്ഥിക്കാം: ഈശോയെ, ഈ വചനം പറയണ പോലെ യേശുവിൻ്റെ തിരത്വത്താൽ ഞങ്ങളെ കഴുകണേ, വിശുദ്ധീകരിക്കണേ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ എല്ലാ അശുദ്ധിയും മാറിപ്പോകട്ടെ. നമ്മുടെ അശുദ്ധി ഏതാണ്? നമ്മൾ അതിജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാപസ്വാധീനം ഏതാണെന്ന് നമുക്കറിയാലോ. അതിനെ മുന്നിലെടുത്തു വെച്ച് ഈ വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എസെക്കിയേൽ 36:25 ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളും ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഈശോ തൻ്റെ തിരത്വത്താൽ നമ്മെ ഓരോരുത്തരെയും കഴുകട്ടെ, വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ എല്ലാ മാലിന്യങ്ങളും, അത് പാപത്തിൻ്റെ മാലിന്യമുണ്ട്, സ്വഭാവ ദൂഷ്യങ്ങളുടെ മാലിന്യമുണ്ട്, മാനസിക വൈകല്യങ്ങളുടെ മാലിന്യമുണ്ട്. എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഈശോ നമ്മെ വിശുദ്ധീകരിക്കട്ടെ, രക്ഷിക്കട്ടെ. ആമേൻ.